കുഴിക്കുകയോ ഇളക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഭൂമിക്കടിയിലെ സർവീസുകൾക്ക് കേടുപാടുകൾ വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. അയാൾ പുറകിലേക്ക് വീണത് ഇലക്ട്രിക് ഷോക്ക് ഏറ്റതിനാലാണോ? അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഭൂമി കുഴിക്കാവൂ. അതോടൊപ്പം അനുമതിയിൽ പറയുന്ന മുൻകരുതലുകളെക്കുറിച്ച് നിങ്ങൾ ബോധവാനുമായിരിക്കണം. പെർമിറ്റ് റഫറൻസ് ആവശ്യമാണ്. സർവീസിന്റെ സ്ഥാനവും മാർഗവും ലൊക്കേഷൻ നിർണയ ഉപകരണം ഉപയോഗിച്ച് നിർണയിച്ചു കഴിഞ്ഞാൽ മണ്ണ് കുഴിക്കുന്നത് ആരംഭിക്കാം. അടുത്തടുത്ത് കടന്നു പോകുന്ന സർവീസുകളെ വേർതിരിച്ച് നിർണയിക്കാൻ ലൊക്കേറ്ററിന് കഴിഞ്ഞു എന്ന് വരില്ല. ചിലപ്പോൾ ഒരു സിഗ്നലായി അവ കാണിച്ചു എന്ന് വരാം. അതിനാൽ ജോലിക്കിടയിൽ സ്കാനിംഗ് പ്രക്രിയ ആവർത്തിക്കേണ്ടത് വളരെ നിർണായകമാണ്. തിരിച്ചറിഞ്ഞിട്ടുള്ള ഏതെങ്കിലും സർവീസ് തിരിച്ചറിഞ്ഞാൽ അത് തറയിൽ അടയാളപ്പെടുത്തേണ്ടതാണ്. സർവീസ് തിരിച്ചറിഞ്ഞ് അടയാളപ്പെടുത്തിയ ശേഷം മണ്ണ് കുഴിക്കുന്നത് ആരംഭിക്കാം. സുരക്ഷിതമായ മാർഗങ്ങൾ പാലിച്ചുകൊണ്ട് മണ്ണ് കുഴിക്കുന്നത് ആരംഭിക്കാം. സർവീസിന് മുകളിൽ കുഴിക്കുന്നതിനു പകരം അതിന് സമീപം സമാന്തരമായി കുഴിക്കുന്നതായിരിക്കും നല്ലത്. മൺവെട്ടികളും ഷവലുകളും വളഞ്ഞ അരികുകളുള്ള ആയുധങ്ങൾ, കയ്യിൽ കൊണ്ടു നടക്കാൻ കഴിയുന്ന പവർ ടൂളുകളും മെക്കാനിക്കൽ എക്സ്കവേറ്ററുകളും അപകടമുണ്ടാക്കുന്ന മുഖ്യ കാരണങ്ങളാണ്. അവ ഭൂമിക്കടിയിലെ സേവനങ്ങൾക്ക് സമീപം ഉപയോഗിക്കരുത്. താഴെയുള്ളത് ഈ രംഗത്തിലെ മറ്റൊരു ഷോട്ടാണോ? എന്തുകൊണ്ടാണ് അതിലൊരു ചോദ്യചിഹ്നമുള്ളത്? ശരി, തൊഴിലാളി സേവനം രേഖപ്പെടുത്തണമെന്നാണോ? ആണെങ്കിൽ ചുമരിനകത്ത് സേവനത്തിൻ്റെ ലൊക്കേഷൻ അയാൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അയാൾ ഡ്രിൽ ചെയ്യുന്നതിന് മുൻപ് തന്നെ ലൈൻ രേഖപ്പെടുത്തിയിരിക്കുമെന്നാണോ ഞാൻ വിശ്വസിക്കേണ്ടത്? സർവീസുകൾക്ക് ആവശ്യമായ പിന്തുണ നൽകണം. കുഴികളിൽ നിന്ന് കയറാനുള്ള പിടിവള്ളിയായോ ചവിട്ടി നിൽക്കാനോ അവ ഉപയോഗിക്കരുത്. എല്ലാ സേവനങ്ങളും ഡിസ്കണക്ട് ചെയ്ത് പണി നടക്കുന്ന സ്ഥലം സുരക്ഷിതമാണ് എന്ന് തെളിയിക്കുന്നതുവരെ ലൈവായി തന്നെ പരിഗണിക്കേണ്ടതാണ്. ഇതിന് ഉടമയുടെ രേഖാമൂലമുള്ള അറിയിപ്പ് ആവശ്യമാണ്. രേഖപ്പെടുത്തിയത്, പിന്തുണച്ചിട്ടുള്ളത്, ഇവ കൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത് എന്താണ്? ലൈവ് എന്ന വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഐ ബീം എന്നാൽ എന്താണ്? എന്തെങ്കിലും റഫറൻസ് ഉണ്ടോ? ഭൂരിഭാഗം നിർമ്മാണ പ്രവർത്തനങ്ങളിലും ഏതെങ്കിലും തരത്തിൽ കുഴികൾ എടുക്കേണ്ടത് ആവശ്യമാണ്. അടിസ്ഥാന നിർമ്മാണം, ഓടകൾ, അഴുക്കുചാലുകൾ മുതലായവ. എല്ലാ വർഷവും നിരവധി ആളുകളാണ് ഇത്തരം നിർമ്മാണ പ്രക്രിയകളിൽ ഭാഗമായി അപകടത്തിൽപ്പെടുകയോ മരിക്കുകയോ ചെയ്യുന്നത്. കുഴികൾ ദിവസവും വിശദമായി പരിശോധിക്കേണ്ടതാണ്. പണി ആരംഭിക്കുന്നതിനും അതിനുശേഷവും അപകട സാധ്യതകൾ വ്യക്തമായി തിരിച്ചറിയുകയും അവയ്ക്ക് നടപടിയെടുക്കാനും കഴിയുകയും ചെയ്യുന്ന ആളുകളായിരിക്കും അത് ചെയ്യേണ്ടത്. കുഴികളിൽ പടവുകൾ, ചരിവ് പ്രതലം അല്ലെങ്കിൽ കുഴിയിൽ ഇറങ്ങുന്നതിനുള്ള സൗകര്യം എന്നിവ ഉണ്ടെങ്കിൽ മാത്രമേ കുഴിയിലിറങ്ങാവൂ. 1.25 മീറ്ററിലധികം ആഴമുള്ള കുഴികളിൽ ഒരു ബാഹ്യ ഷോറിംഗ് സംവിധാനം സജ്ജമാക്കിയാൽ കുഴികൾ ഇടിഞ്ഞു താഴുന്നത് ഒഴിവാക്കാം. ഈ പ്രവൃത്തിയിൽ പരിചയമുള്ള വ്യക്തികളായിരിക്കണം ഇത്തരം സംവിധാനം ഒരുക്കേണ്ടത്. കുഴികളിൽ ചരിവ് പ്രതലം, പടവുകൾ അല്ലെങ്കിൽ സുരക്ഷിത പടിക്കെട്ടുകൾ എന്നിവ ഉണ്ടെങ്കിലേ ഇറങ്ങാവൂ. റഫറൻസ് ആവശ്യമാണ്. കുഴിച്ചെടുത്ത മണ്ണ്, സസ്യങ്ങൾ അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ എന്നിവ കുഴികളുടെ അടുത്ത് സൂക്ഷിക്കരുത്. കാരണം ഇവ കുഴികളിലേക്ക് വീഴാം. ഇത്തരത്തിലുള്ള വസ്തുക്കൾ അധികമായി സൂക്ഷിക്കുന്നത് മണ്ണ് ഇടിഞ്ഞു വീഴുന്നതിന് ഇടയാക്കും. സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കുഴിയിൽ ഇറങ്ങാവൂ. ആളുകൾ താഴെ വീഴാതിരിക്കാനുള്ള തട സംവിധാനങ്ങളും വാഹനങ്ങൾ തടയുന്നതിനുള്ള സ്റ്റോപ്പ് ബ്ലോക്കുകളും. ഇത്തരം ലൊക്കേഷനുകൾക്ക് എന്തെങ്കിലും റഫറൻസ് നൽകാനാകുമോ? സാധ്യമെങ്കിൽ ജോലിസ്ഥലത്തിന് ചുറ്റും ലോഡിംഗ് ഇഫക്റ്റ് കുറയ്ക്കുന്നതിന് ഭാരം കുറഞ്ഞ വാഹനങ്ങളും യന്ത്ര സംവിധാനങ്ങളും ഉപയോഗിക്കുക. ഖനനം നടക്കുന്ന ലൊക്കേഷനുകൾക്ക് എന്തെങ്കിലും റഫറൻസ് നൽകാനുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾക്കത് ദൃശ്യവൽക്കരിക്കാനും ഒരു സൈറ്റിന് മാതൃകയായി കാണിക്കാനും കഴിയും.